മതി. എന്താ ഇത്? നീ ഇനി റെഡി ആയിട്ടില്ലേ? ഓഫീസിലേക്ക് പോകുന്നില്ലേ? ഇല്ല ചേട്ടാ, എനിക്ക് രാവിലെ മുതൽ ഭയങ്കര തലവേദനയാ. അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുക. ഓ ആണോ? ഉം. എന്നാ ഗുളിക കഴിച്ചോടെ നിനക്ക്? അതൊന്നും വേണ്ട ചേട്ടാ, റെസ്റ്റ് എടുത്താൽ അതന്നെ ശരിയായിക്കോളും. ഗുളിക കഴിക്കാതെ എങ്ങനെയാ അതൊക്കെ ശരിയാവുക? ഒരു ദിവസം എക്സ്ട്രാ ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാലറിയിൽ അവർ പിടിക്കില്ലേ? അപ്പൊ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് എടുത്തോളാം. ഉം. ശരി, ഞാൻ ഓഫീസിലോട്ട് പോയിട്ട് വരാം. തലവേദന കൂടുവാണെങ്കിലേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് പോയിട്ട് വന്നേക്കേ. ശരി ചേട്ടാ. ശരി. ഹലോ, പറയ് മോളെ. ആ അമ്മേ, അമ്മയ്ക്ക് സുഖാണോ? എനിക്ക് സുഖാണ് മോളെ. നിനക്ക് സുഖല്ലേ? കുഴപ്പമൊന്നുമില്ല അമ്മേ, നന്നായിട്ടിരിക്കണു. അമ്മേ, എനിക്ക് അമ്മയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ആ, പറയ് മോളെ. അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ചമ്മേ. ഞാൻ ജോലി നിർത്തിയത് ഇപ്പോഴും ഏട്ടന് അറിയില്ല കേട്ടോ. അറിഞ്ഞാ ദേഷ്യപ്പെടുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. ഇത് നോക്കു മോളെ, നീ ജോലി ഉപേക്ഷിച്ച കാര്യം ഇന്നല്ലെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം നിന്റെ ഭർത്താവ് അറിഞ്ഞിരിക്കും. എത്ര ദിവസം വെച്ച് നിനക്ക് ഇത് അവനിന്ന് ഒളിച്ചു വെക്കാൻ പറ്റും? അതുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടാലും സാരമില്ല മോളെ. അവനോട് നീ എന്തിനാ ഈ ജോലി ഉപേക്ഷിച്ചെന്ന കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ശരി അമ്മേ. എന്നാ ശരി മോളെ, സന്തോഷായിരിക്കണേ. ഞാൻ ഫോൺ വെക്കട്ടെ? വാ ഏട്ടാ. ചെന്ന് കോഫി എടുത്തോണ്ട് വാ. ശരി ഏട്ടാ. നിനക്കിപ്പോൾ തലവേദന എങ്ങനെയുണ്ട്? സാരമില്ല ഏട്ടാ. നാളെ ഓഫീസിലേക്ക് പോകാൻ പറ്റില്ലേ? ആ പോണം. ഉം. ഏട്ടാ, ഏട്ടാ, എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല. എന്താ കാര്യം? അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ചേട്ടാ. എന്ത് ജോലി വിട്ടുന്നോ? അതെ ചേട്ടാ, എൻ്റെ ഓഫീസിൽ എൻ്റെ മാനേജർ കുറച്ച് നാളായിട്ട് എന്നെ വല്ലാത്ത ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വഴക്കുണ്ടായേട്ടാ. അവർ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചത്. അതാ ഞാൻ ദേഷ്യത്തിൽ അവരെ അടിച്ചുപോയി. ഇനി മുതൽ എനിക്ക് ആ ജോലിക്ക് പോവാൻ പറ്റില്ല. നീ അങ്ങനോട് സോറി ചോദിച്ച് ജോലിക്ക് പോയിക്കൂടെ? ആഹാ, പോവാൻ പറ്റില്ല. സത്യം പറഞ്ഞാ എനിക്ക് ഈ ജോലിക്ക് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏട്ടാ. എടി നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ? നീ പെട്ടെന്ന് വേറെന്തെങ്കിലും ജോലി നോക്കിയിട്ട് ചെന്നതിൽ ജോയിൻ ചെയ്തേക്ക്. അല്ലെങ്കിലുണ്ടല്ലോ, എൻ്റെ ഒരുത്തൻ്റെ വരുമാനം കൊണ്ട് നമ്മുടെ ഫാമിലി റൺ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. ഈ വീടിൻ്റെ EMIക്ക് തന്നെ എൻ്റെ പകുതി ശമ്പളം പോവും. നീ മാത്രം ജോലിക്ക് പോയില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ കഴിക്കാൻ പോലും കഷ്ടപ്പെടേണ്ടി വരും. എനിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഈ വീടിൻ്റെ EMIയും ബാക്കിയുള്ള ബില്ല് മാത്രമേ അടയ്ക്കാൻ കഴിയൂ. ഈ സമയത്ത് നീ ജോലിക്ക് പോയില്ലെങ്കിൽ
പിന്നെ കുടുംബം നടത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടായി പോകും. നീ എന്നെ തെറ്റിദ്ധരിച്ചാലും സാരല്ല. നീ എത്രയും പെട്ടെന്ന് വേറെ എന്തെങ്കിലും ജോലി നോക്കിയിട്ട് ജോയിൻ ചെയ്യാനുള്ള വഴി നോക്ക്. ഏയ് ഹായ് ഡി. ഹായ്, ഹൗ ആർ യു? എനിക്ക് സുഖം തന്നെ. നിനക്ക് സുഖല്ലേ? ആ, ഞാൻ സുഖമായിട്ടിരിക്കണു. എന്തു പറ്റിയടി? നീ പെട്ടെന്ന് വിളിച്ചിരിക്കുന്നു. എന്താ കാര്യം? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ചുടി. ജോലി ഉപേക്ഷിച്ചെന്നോ? എന്താ കാര്യം? അയ്യോ, അതൊരു വലിയ കഥയാടി. ഞാൻ അതൊക്കെ നിന്നോട് പിന്നെ പറയാം. എനിക്ക് അർജന്റായിട്ട് ഇപ്പോൾ ഒരു ജോലി വേണോടി. നിനക്ക് അറിയുന്ന കമ്പനിയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യോ? ഏയ്, എന്റെ കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്. നീ വന്ന് ജോയിൻ ചെയ്യുന്നോ? അങ്ങനെയാണോ? ഞാൻ ഉറപ്പായിട്ടും വരാടി. എന്നാ ശരി, ഞാൻ എന്റെ കമ്പനിയുടെ ലൊക്കേഷൻ അയച്ചേക്കാം. നാളെ തന്നെ നീ ഇന്റർവ്യൂവിന് വന്നേക്ക്. ഉം, ഞാൻ മാനേജറോട് നിന്റെ കാര്യം പറഞ്ഞേക്കാം. ഉം, നാളെ 10 മണിക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഉം. ശരിടി. വെരി താങ്ക്സ് ഡി. ഏയ്, താങ്ക്സ് ഒക്കെ എന്തിനാ? നാളെ വാ, എങ്ങനെയെങ്കിലും നിനക്ക് ഈ ജോലി വാങ്ങിത്തരാം. ഉം. ഉം. വരൂ. ചായ എടുത്തോണ്ട് വാ. ആ, ഉം. ഇതേട്ടാ. ഏട്ടാ, ഉം. ഇന്ന് ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി കിട്ടുമല്ലോ അല്ലേ? അറിയില്ല ഏട്ടാ, നാളെ പറയാന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ട് ഈ ജോലി കിട്ടുമെന്നാ. കാരണം എൻ്റെ ഫ്രണ്ടും ആ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, ഈ ജോബ് കിട്ടുവാണെങ്കിൽ നമുക്ക് പിന്നെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നലെ രാത്രി എന്തെങ്കിലും ജോലി നോക്കി പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ നിന്നോട് ഹാർഷായി സംസാരിച്ചു. എന്ത് ചെയ്യാൻ, നമ്മളെപ്പോലത്തെ മിഡിൽ ക്ലാസ്സൊക്കെ ഭാര്യയും ഭർത്താവും രണ്ടാളും കഷ്ടപ്പെട്ടാൽ മാത്രമാണ് കുടുംബം സ്വസ്ഥമായിട്ട് നോക്കാൻ കഴിയുക. അല്ലെങ്കിൽ എല്ലാം ആകെ പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഹാർഷായി സംസാരിച്ചത്. ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഉം.